ഇറാനും ഇസ്രായേലും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ആക്രമണവും പ്രത്യാക്രമണവുമായി മുന്നേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ ഇതിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇരു രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. ആവശ്യമെന്ന് കണ്ടാൽ, ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ഇടപെടാൻ തയ്യാറാണെന്ന് കൂടി രൺധീർ ജയ്സ്വാൾ അറിയിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്ന ആ ഒരു ഓപ്പറേഷൻ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കട്ടിയിൽ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ ഇതിനൊരു വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇസ്രായേലും. ഒപ്പം തന്നെ ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ പൗരന്മാർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലെ എംബസികൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ഇടനിലക്കാരനായി നിൽക്കാൻ ഇന്ത്യക്ക് ആഗ്രഹമുണ്ട് എന്നും ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഈ യുദ്ധം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ തയ്യാറാണെന്ന് കൂടി ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ പറഞ്ഞത് രണ്ട് രാജ്യങ്ങളും ആത്മസംയമനം പാലിക്കണം, ഒപ്പം തന്നെ ചർച്ചകൾ ആരംഭിക്കണം എന്നുകൂടിയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ അഭിപ്രായം എന്ത് എന്ന് പലരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നൊരു ചോദ്യവും ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ നമ്മുടെ വിദേശകാര്യ വക്താവ് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.